മോദിക്ക് മുങ്ങി നിവരാൻ വ്യാജ യമുന. നദി മലിനമായി ഒഴുകുമ്പോൾ ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിച്ച് കൃത്രിമ തടാക നിർമ്മാണം. ദില്ലിയിലെ വാസുദേവ് ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛഠ് പൂജ നടത്താനിരിക്കെ പരിപാടിക്കായി യമുന നദിയിൽ നിന്ന് വേർതിരിച്ച് ഒരു കൃത്രിമവും വ്യാജവുമായ ഘാട്ട് നിർമ്മിച്ചതായി ഗുരുതര ആരോപണം. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറി വോട്ടർമാരെ ആകർഷിക്കാൻ പ്രധാനമന്ത്രി നടത്തുന്ന ഈ പരിപാടിക്കായി യമുനയിലെ വെള്ളമല്ല ഉപയോഗിക്കുന്നതെന്നും പകരം ഫിൽട്ടർ ചെയ്ത ഗംഗാനദിയിലെ കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നതെന്നുമാണ് റിപ്പോർട്ട്. ഗംഗയും യമുനയും ശുദ്ധീകരിക്കാൻ 10,000 കോടികളുടെ പദ്ധതി പ്രഖ്യാപിച്ച് ആ പേരിൽ വോട്ട് പിടിച്ച് 10 കൊല്ലത്തിലേറെ ഭരിച്ചിട്ട് ആ യമുന തീരത്ത് പ്രത്യേക നീരാട്ട സംവിധാനമുണ്ടാക്കി കുളിക്കാനിറങ്ങുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. യമുന തീരത്ത് ഛഠ് പൂജയ്ക്ക് സാധാരണക്കാർ സ്നാനത്തിനിറങ്ങുമ്പോൾ പ്രധാനമന്ത്രി മോദി യമുന വെള്ളം കലരാത്ത അതിരിത്തിരിച്ച് ശുദ്ധീകരിച്ച വെള്ളം നിറച്ച സ്നാൻഘട്ടിൽ മുങ്ങി നിവരും. ആം ആദ്മി പാർട്ടിയാണ് യമുനയിലെ ഛഠ് പൂജ ഒരുക്കങ്ങളിലെ അയിത്തം തുറന്നുകാട്ടിയത്. ഡൽഹിയിൽ പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടി വസുദേവ് ഘട്ടിൽ ഡൽഹി സർക്കാർ നിർമ്മിച്ച ഒരു കൃത്രിമ ഘാട്ടിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആചാരപരമായ സ്നാനത്തിനായി പ്രത്യേകം ഫിൽട്ടർ ചെയ്ത വെള്ളം കൊണ്ട് നിറച്ച യമുന തീരത്തെ മറ്റൊരു കുഞ്ഞൻ യമുനയെ കാണിച്ചു തരുന്നുണ്ട്. ഡൽഹിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വസീറാബാദ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിച്ചാണ് വസുദേവ് ഘട്ടിൽ കൃത്രിമ യമുന ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ യമുന നദിയെ ദർശിക്കാനോ നദിയിൽ ഇറങ്ങാനോ വേണ്ടിയാണ് വസുദേവ് ഘട്ട് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വസുദേവ് ഘട്ടിനെ യമുന നദിയിൽ നിന്ന് മണ്ണുപയോഗിച്ച് ഒരു അതിർത്തി കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. ഈ വ്യാജഘട്ടിനുള്ളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി സോണിയ വിഹാറിൽ നിന്ന് വരുന്ന ഫിൽട്ടർ ചെയ്ത് കുടിക്കാൻ യോഗ്യമാക്കിയ ഗംഗാജലത്തിന്റെ പ്രധാന പൈപ്പ് ലൈൻ രഹസ്യമായി മുറിച്ച് ഇവിടെ ബന്ധിപ്പിച്ചു. ഈ രീതിയിൽ യമുനയുടേതല്ലാത്ത ശുദ്ധീകരിച്ച ഗംഗാജലം ഉപയോഗിച്ച് ഒരു ചെറിയ കൃത്രിമ ഘാട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന്റെ കള്ളത്തരമാണെന്നും വഞ്ചനയാണെന്നും ആരോപിക്കപ്പെടുന്നു. പാവപ്പെട്ട പൂർവാഞ്ചൽ നിവാസികളോട് മലിനമായതും മലിനജലം നിറഞ്ഞതുമായ യമുനയിൽ മുങ്ങി നിവരാൻ പറയുന്ന സർക്കാർ പ്രധാനമന്ത്രിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ തട്ടിപ്പ് നടത്തിയത്. പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം ഗംഗയിലാണോ യമുനയിലാണോ എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മറച്ചുവെക്കുമെന്നും പറയപ്പെടുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഗംഗയിലുമില്ല, യമുനയിലുമില്ല. അദ്ദേഹം കുടിക്കുന്ന ഫിൽട്ടർ ചെയ്ത വെള്ളത്തിലാണ് ഉള്ളതെന്നും വിമർശനമുണ്ട്.